എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 4 മണിക്ക് അവിൽ നനയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. മറയൂർ ശർക്കര മേടിച്ചിട്ട് കവറ് പൊട്ടിച്ചു. അതിൽ കണ്ടാൽ ഇതാണ് മറയൂർ ശർക്കര. മറയൂർ ശർക്കരയുടെ പൊടിയും കിട്ടൂട്ടാ. ഞാൻ ഉണ്ടാ ശർക്കരയെ മേടിച്ചത്. ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ നല്ലത്. അപ്പോൾ ഇത് നമ്മൾക്ക് കുറച്ച് ഉരുക്കിയെടുക്കാം. അപ്പം നമ്മൾ 4 മണിക്കേക്ക് അവിൽ നനയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവിലാണ്. നമ്മൾ അവിൽ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് ഒരു പാത്രത്തിലാക്കി വെക്കും. അങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അവിൽ എടുത്തു, ഒരു പ്ലേറ്റിലേക്ക് അവിലിട്ടു. പിന്നെ ഒരു 5-6 ഈത്തപ്പഴം നമ്മൾ 4 പീസാക്കി ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക് നാളികേരം ചതച്ചത്, ഏലക്കയും നാളികേരം കൂടി ജീരകവും കൂടി ചതച്ചത് ഇട്ടു. ഇനി നമ്മൾ അതിലേക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നാളികേരം കൊടുത്തു. ഇനി നമ്മൾ അതിലേക്ക് മറയൂർ ശർക്കര ഉരുക്കിയത്, മറയൂർ ശർക്കര പകുതി ഭാഗമാണ് ഉരുക്കിയത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ളത് ഇത് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ. പിന്നെ മാത്രമല്ല, ബ്ലഡ് നമ്മൾ പീഡാവണ കുട്ടികൾക്ക്, ബ്ലഡ് കുറവുള്ള കുട്ടികൾക്കൊക്കെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം അരിഞ്ഞിടാം, ചെറുപ്പഴം അരിഞ്ഞിടാം. അപ്പോൾ ഇന്ന് ഞാൻ ഈത്തപ്പഴം അരിഞ്ഞിട്ടു. അവിലുണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അവിൽ വറുക്കണം. അല്ലെങ്കിൽ നമ്മൾ അവിൽ മേടിച്ച് കഴിഞ്ഞാൽ അവിൽ വറുത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നേരത്ത് ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് വറുക്കണ്ടല്ലോ. അങ്ങനെ നമ്മളുടെ അവിൽ നനച്ചത് മിക്സ് ചെയ്തു. നന്നായി എല്ലായിടത്തേക്കും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര മേടിക്കുമ്പോഴേ, നമ്മൾ ശർക്കര മേടിക്കുമ്പോൾ ഒരു മഞ്ഞ കളറ്, ഒരു ദിവസം ശർക്കര മേടിച്ചിട്ട് ശർക്കര ഉരുക്കിയപ്പോൾ കണ്ടു, ശർക്കര ഉരുക്കണേൻ്റെ ഉരുക്കി വരുമ്പോൾ അതിൻ്റെ മുകളിൽ ചുവപ്പ പൊടി പോലെ കളർ ചേർത്തിട്ടേ, അത് കാരണം പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ മഞ്ഞ കളറ്. ആ കാരണം ഇപ്പോൾ ശർക്കര മേടിക്കലില്ല. കറുപ്പ ശർക്കര കാണുകയാണെങ്കിൽ ശർക്കര മേടിക്കും, അല്ലെങ്കിൽ മേടിക്കില്ല. അത് കാരണം ഇപ്പം മറയൂർ ശർക്കരയാണ് മേടിക്കുന്നത്. മറയൂർ ശർക്കരയുടെ പൊടിയുണ്ട്, ഉണ്ടയാണ് കൂടുതൽ നല്ലതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അവിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ക്രഞ്ചിനെസ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം.